ഹലോ, ഇവിടെ എത്താനായോ? ഞാൻ അതവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ, പെട്ടെന്ന് വരണേ. ഓ, ഈ ക്ലയൻറ്റിന് ലേറ്റ് ആവുമോ? ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. വിളിച്ചോ. ഹലോ, ഞാനിത് പ്ലാനറ്റോറിയത്തിലുണ്ട്. ഓ, 10 മിനിറ്റ് ആവുമോ? കുഴപ്പമില്ല, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ശരി. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണ്ടേ? ഏതെങ്കിലും ഫ്രണ്ടിനെ കൂട്ടിയിട്ട് വന്നാൽ മതിയായിരുന്നു. സാരമില്ല. ഓ, 10 മിനിറ്റ് എവിടെയാ പോന്ന് ഇരിക്കാം. അഞ്ജുനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, അഞ്ജു, തിരക്കിലാണോ? ഞാൻ എന്താ പ്ലാനറ്റോറിയത്തിലാടി. ഞാൻ പ്ലാനറ്റോറിയം കാണാൻ വന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്തൊരു ക്ലയൻറ്റിനെ കാണാമെന്ന് പോകാണ്ടെന്ന്. അയാളാണ് 10 മിനിറ്റ് കഴിയുമ്പോലെ വരാൻ. എൻ്റെ ആവശ്യമായി പോയില്ലേ, കാത്തുനിന്നല്ലേ പറ്റൂ. എനക്ക് പിന്നെ എന്താ അറിയാനോ, ഓഫീസിൽ രാവിലെ പോയിരുന്ന് വൈകുന്നേരം ഇറങ്ങി പോന്നാൽ മതി. നല്ല ലേസിയിലിരിക്കാം. ഞാൻ അതുപോലെയാണോ? ഫീൽഡ് വർക്കല്ലേ. ശരി, എന്നാൽ ഈ തിരക്കിലല്ലേ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ആതിരയല്ലേ? ആതിര, എടാ എന്നെ മനസ്സിലായോ? ആതിരയല്ലേ? മിനിഷയാണോ? അപ്പോൾ പേരൊക്കെ ഓർമ്മ ഉണ്ടല്ലേ എനിക്ക്. അല്ല, ഈ എന്താ ഇവിടെ ഒറ്റയ്ക്കാ? ആരെങ്കിലും ഉണ്ടോ? ആടാ, ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്യായിരുന്നു. നീ എന്താ അവിടെ? ഞാനും അതേപോലെ തന്നെ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ പോട്ടെ, എന്താ ഇപ്പോൾ ചെയ്യുന്നത്? എന്താ ജോലി എനിക്ക്? ജോലി ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ജോലിയൊന്നുമില്ലേ? എന്ത് ബിസിനസ്? അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് എന്താവാനാ? എടാ, ജോലിയാണെങ്കിൽ മാസത്തിൽ ശമ്പളമെങ്കിലും കിട്ടും. ബിസിനസ് അതിന് കുഴപ്പമൊന്നുമില്ല. നിനക്കെന്താ ജോബ്? എനിക്കോ? ഞാനിവിടെ തന്നെ എടാ, കോഴിക്കോട് തന്നെ ഒരു ഫിനാൻഷ്യൽ കമ്പനിയിൽ HR ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ട്, ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വന്നതാ. ആണോ? നല്ല ജോബാണല്ലോ. പിന്നെ അല്ലാതെ എടാ, മാസത്തിൽ 20,000 എനിക്ക് സാലറി ഉണ്ട്. കൂടാതെ ഇൻസെൻറ്റീവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ നല്ല ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ നമുക്കൊരു HR എന്നൊക്കെ പറയുമ്പോൾ ഒരു വിലയല്ലേ. പഠിച്ചതിന് കാര്യമുണ്ട്. അല്ല, നീ ബിസിനസ്സാന്ന് പറഞ്ഞില്ലേ? എന്താ ബിസിനസ്? അത് പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് ഹെർബൽ കോസ്മെറ്റിക്സിൻ്റെ പ്രൊഡക്ഷനാണിപ്പോൾ. സോപ്പ്, ലിപ് ബാം, ജെല്ല്, ഹെയർ ഓയിൽ, ഷാമ്പു, ക്രീംസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ? അല്ല, എന്തെങ്കിലും കയ്യിലുണ്ടോ? എടാ, കയ്യിൽ ഞാനിപ്പോൾ ഒരു ലിപ് ബാം മാത്രമേ എടുത്തുള്ളൂ. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ഒരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവർ US നിന്ന്. അപ്പം അവർക്കൊന്ന് കാണാൻ വേണം, കുറച്ച് പ്രൊഡക്ട്സ് കൊടുക്കാനും ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് വന്നിരുന്നു. ലിപ് ബാമോ? ലിപ് ബാം ഈ US-ലുള്ളവരൊക്കെ ഈ 10-50 ലിപ് ബാമൊക്കെയാണോ യൂസ് ചെയ്യുക? നിൻ്റെ കയ്യിൽ ആ ഒരു റേറ്റൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. എടാ, റേറ്റിൻ്റെ കാര്യമല്ല. പുറത്താണെങ്കിലും നാട്ടിലാണെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള സാധനം, കെമിക്കൽസ് ഒന്നും ചേർക്കാതെ കൊടുക്കുന്നതുകൊണ്ട് പ്രൊഡക്ട്സിനൊക്കെ നല്ല ഡിമാൻഡാണ്. നല്ല കസ്റ്റമേഴ്സും ഉണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. എന്തായാലും വീട്ടിൽ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അത്രയൊക്കെ അല്ലേ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ക്വാളിറ്റിയിലൊക്കെ ഉണ്ടാക്കാമല്ലോ. എന്ത് കിട്ടാനടാ ഈ ബിസിനസ് ചെയ്തിട്ട്? ഒരു മാസം എന്തോ 10,000-5,000 ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ. അതിനോട് ഈ എങ്ങനെ ജീവിച്ചു പോകുന്നു? കുട്ടികളെ ഫീസ് അടയ്ക്കണം, പിന്നെ നമ്മളെ വീട്ടിലത്തെ ചിലവ്, ഇതെല്ലാം കൂടി ഒക്കുമോ? വലിയ കുഴപ്പമില്ല, കരക്കേടില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് പിന്നെ കുറച്ച് ജോലിക്ക് കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. എല്ലാ മാസവും അത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സെറ്റായി പോകുന്നുണ്ട് ലൈഫ്. അല്ല, എന്നിട്ട് എൻ്റെ കയ്യിൽ ആ പ്രൊഡക്ട്സ് ഒന്നും കാണുന്നില്ലല്ലോ. ഈ പ്രൊഡക്റ്റ് എടുത്തില്ല എന്നല്ലേ പറഞ്ഞേ? കയ്യിൽ ഞാനിപ്പോൾ ഒരു ലിപ് ബാം മാത്രമേ എടുത്തുള്ളൂ. ബാക്കി എൻ്റെ സ്റ്റാഫ് വരുമ്പോൾ കൊണ്ടുവരുള്ളൂ. കുറച്ച് ബൾക്ക് ഓർഡർ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സാധനമുണ്ട്. സ്റ്റാഫോ? അപ്പോൾ ഈ ഇത് വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്നതല്ലേ? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നിന്നായിരുന്നു.
ഇപ്പം ചെറിയൊരു ഫാക്ടറി ഒക്കെ ആയിട്ട് ഇപ്പം മാറി. ഫാക്ടറിയോ? അപ്പം എനിക്ക് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാവില്ലേ? എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. മന്ത്ലി ഒരു 5 lakhs അടുത്തൊക്കെ ഉണ്ടാവാറുണ്ട്. 5 lakhsോ? എൻ്റെ ഭഗവാനെ, ഞാനൊരു 5 വർഷം പണിയെടുത്താൽ പോലും അത്ര പൈസ കിട്ടൂലല്ലേ ഈശ്വര. എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഷുവർ, ചോദിച്ചോ. എനിക്ക് ഇപ്പം നിലവിലുള്ള ആ ജോബ് ഒന്ന് റിസൈൻ ചെയ്തിട്ട് വേറെ ജോലി നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നിൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും അങ്ങനെ ഓഫറോ കാര്യങ്ങളോ ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ? അല്ല, നീയല്ലേ പറഞ്ഞത് നല്ല ജോലിയാണ്, നല്ല ശമ്പളമാണ്, അടിപൊളിയാണ് എന്നൊക്കെ. പിന്നെ എന്ത് പറ്റി? എടാ, അത് ജോലിയൊന്നും കുഴപ്പമില്ല, പക്ഷേ ഈ ടാർഗറ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ടാർഗറ്റൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതാ. അത് നിലവിൽ ഇവിടെ വേക്കൻസി ഒന്നുമില്ല. ഞാൻ കണ്ണൂരൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, അവരുടെ അടുത്തൊന്ന് ചോദിക്കട്ടെ. അവിടെ വേക്കൻസി കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. കണ്ണൂർ? അപ്പം നിനക്ക് ഇവിടെ മാത്രമല്ലേ, കണ്ണൂരും ബ്രാഞ്ച് ഉണ്ടോ? അവിടെ ഒരു 2-3 ബ്രാഞ്ച് ഉണ്ട്. ഇപ്പം പുതുതായിട്ടാണ് കണ്ണൂർ ഓപ്പൺ ആയത്. അപ്പോൾ അവിടെ ഒന്ന് അന്വേഷിക്കട്ടെ. ആണല്ലേ? എടാ, ഈ ഇപ്പം എന്തോ ലിബാം കയ്യിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എന്താ ഇതിൻ്റെ പേര് വരുന്നത്? അത് പറഞ്ഞില്ലല്ലോ. ആടാ, അത് കയ്യിലുണ്ട്, ഞാൻ കാണിക്കാം. പേര് ഞാൻ പറഞ്ഞില്ലല്ലേ. ഹെർബൽ ബ്ലിസ് എന്നാണ് പ്രൊഡക്റ്റിൻ്റെ പേര്. ഇതാണ് എൻ്റെ ലിപ് ബാം. ഹെർബൽ ബ്ലിസ്സിലെ ലാബിലൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ. എടാ, നീ എന്തായാലും നോക്കണം കേട്ടോ, കണ്ണൂർ വേക്കൻസി ഉണ്ടോയെന്ന്. ഞാൻ അവിടെ ആണെങ്കിൽ ഓക്കെയാണ്. പിന്നെ നിൻ്റെതാകുമ്പോൾ നീ അതിനുള്ളൊരു പ്രിഫറൻസ് ഒക്കെ എനിക്ക് തരുമല്ലോ അല്ലേ? ഓ, അതൊക്കെ നമുക്ക് നോക്കാം. ഞാനൊന്ന് അവരുടെ അടുത്ത് അന്വേഷിക്കട്ടെ. അവിടെ എൻ്റെ സ്റ്റാഫ് വന്നിട്ടുണ്ട്, ഞാനൊന്ന് അവരുടെ അടുത്തേക്ക് പോട്ടെ കേട്ടോ. ശരി, എന്നാൽ പിന്നെ കാണാം. ശരി. ആ, ഓക്കേടാ, ശരി, ബൈ. ഓ, എൻ്റെ ക്ലയൻറ്റിന് എപ്പോഴാണോ വരിക? അപ്പുറത്തേക്ക് അങ്ങ് പോയി നിൽക്കാം. ഞാൻ വിചാരിച്ചോളെന്തോ വീട്ടിലെന്തോ സാധനം ഉണ്ടാക്കി 10,000-5,000 വാങ്ങുന്ന ബിസിനസ്സാണ്. എന്നാലും പഠിക്കുന്ന സമയത്തൊക്കെ എന്ത് പൊട്ടത്തീനോള്. ഇപ്പം 5 ലക്ഷം റുപ്യേൻ്റെ ബിസിനസ്സൊക്കെ മാസത്തിൽ ചെയ്യാൻ വിചാരിച്ചാൽ ഞാൻ ഏത് കാലം കഷ്ടപ്പെടുന്ന ഈ മാനേജറെ ചീത്തയും കേട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങിയാൽ മതിയായിരുന്നു ആ സമയത്ത്. എന്തായാലും ഓളോട് പറഞ്ഞില്ലേ, ഓളെ കമ്പനിയിലൊരു ജോലി കിട്ടിയാൽ ഇതിനെക്കാട്ടും കുറച്ചുകൂടി സുഖമായിരിക്കും. അല്ലാണ്ട് ഈ ടാർഗറ്റ് മുട്ടിച്ച് ഞാൻ അവസാനം ജീവിതം മുട്ടല്ലോ ഈശ്വര, പണ്ടാരം പിടിക്കാനായിട്ട്. ഇന്നത്തെ മൂഡ് പോയി. ഇനി ആ ക്ലയൻറ്റിനെ കാത്തിക്കണ്ട, ഹാഫ് എടുത്ത് വീട്ടിൽ പോട്ടെ. ഇതുപോലെ നമ്മൾ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരാളുടെ കീഴിലോ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രഷറുകളും കാര്യങ്ങളും പലരുടെയും ജീവിതത്തിലൂടെ ഇപ്പോൾ കടന്നു പോകാറുണ്ടാവാം. പക്ഷേ നമ്മൾ സ്വന്തമായി എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യാനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നുണ്ട്. ഇതാണ് ആതിര. അവൾ അവളുടെ കഴിവുകളെ തിരിച്ചറിയുകയും അതിനുവേണ്ട അറിവുകൾ സ്വയം തന്നെ കണ്ടെത്തുകയും ചെയ്തതിന് ശേഷം ഹെർബൽ ബ്ലിസ് എന്ന നല്ലൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് അതിലൂടെ അവൾ വരുമാനം കണ്ടെത്തുകയും ചെയ്യും. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഇതുപോലെയുള്ള കുഞ്ഞു സംരംഭങ്ങളൊക്കെ തുടങ്ങിയവർക്ക് ഇനിയും മുന്നോട്ട് സക്സസ്സിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ്.